ഹലോ, അസ്സലാമലൈക്കും. നമ്മളിന്നില്ലേ പപ്പായ ഉപ്പേരി കേട്ടോ. പപ്പായൊക്കെ തോല് കളഞ്ഞ് വൃത്തിഞ്ഞ് കഴിയില്ല, തോല് കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളൊക്കെ വൃത്തിയാക്കി നല്ല ഒടിന പപ്പായ. അപ്പം ഉപ്പേരി ഉണ്ടാക്കണം, കഞ്ഞിക്ക് കൂട്ടാനാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കട്ടെ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഉറക്കി നല്ല പപ്പായ കേട്ടോ. ചിലർ ഞങ്ങൾ കർമൂസ എന്നറിയില്ലേ, പപ്പായ നല്ല കർമൂസ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇതിന് കപ്പളങ്ങ അറിയില്ല. ഇതെല്ലാം നമ്മൾ പപ്പായ അരിഞ്ഞ് കഴുകി ഫ്രഷ് ആക്കിയിട്ട് കുക്കറിലിടുക. അതിക്ക് 2 പച്ചമുളകും കീറിയിട്ടാൽ 2 കൂക്കിയാൽ നമ്മളെ കർമൂസ ഉപ്പേരി റെഡി. ഈ കാറയൊക്കെ പോകാൻ വേണ്ടി നന്നാക്കി കഴിക്കട്ടെ. എല്ലാവർക്കും അറിയുന്നത് തന്നെ കാറ്, നല്ല നമ്മൾ വീഡിയോ ഇടുകയെന്നുള്ളൂ. ഇതൊക്കെയല്ല എല്ലാവരും കൂട്ടാനുണ്ടാക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളക് നല്ല കാന്താരി ഉണ്ട്, ചെറിയ കാന്താരിൻ്റെ. ഇത് നാൾ പറിച്ചിട്ട് ഇപ്പോൾ വെയിലാണ്ട് ഉണങ്ങി. ഇത് അതിൻ്റെ മുമ്പ് പറിച്ചതിനൊക്കെ ഫ്രിഡ്ജിലതിന് വാടീന് നല്ലത് ഒന്ന് മെല്ലെ കുത്തി ചതച്ചിട്ട് കിട്ടാൽ മതി. കാന്താരിട്ട് നല്ല ടേസ്റ്റാണല്ലോ. ആവശ്യത്തിനുള്ള കുറേ വേണ്ടാണോ. നമ്മളൊന്ന് മെല്ലെ ചതക്കുക, നന്നാക്കി കഴിക്കട്ടെ. നമ്മൾ കാന്താരി കിട്ടിയാൽ ഇനി ലേശം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും, കുറച്ച് വെള്ളം ഒഴിച്ചായിട്ട് കുറേ വെള്ളം ഒഴിച്ചാൽ നമുക്ക് അറിയാമല്ലോ ഉപ്പേരിയ ആക്കിയിട്ടാണ് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു മഞ്ഞ കളറായിരുന്നല്ലോ നല്ല മഞ്ഞൾപ്പൊടി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. തോന വെള്ളം വേണ്ട, പെരിയല്ലേ നമ്മൾ ഉണ്ടാക്കണേ. ഇളക്കിയിട്ട് മൂടി അടുപ്പത്ത് വെക്കട്ടെ. എന്താ പെരി കുക്കറിൽ വെച്ച് ചോറ് ഊറ്റി വെച്ചിന് ഇത് വേവട്ടെ. ഇതങ്ങനെ നമ്മൾ പെരി റെഡി ആയിട്ട് അത് നല്ല മഞ്ഞ കളർ കാന്താരി കഥ നിങ്ങളുടെ കിടക്കണം. ഇനി ദിവസം വെളിച്ചെണ്ണ അടുപ്പത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയിട്ട് കടുക് കൊടുത്ത് കറിവേപ്പിലുണ്ട്, നല്ല നാടൻ കറിവേപ്പില ഇട്ടു. എല്ലാം കറിവേപ്പില ഇട്ട് ഇതിക്ക് ഇങ്ങോട്ട് ഒഴിച്ചാലും മതി, ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചോട്ടെ. ഫോൺ പിടിച്ചാൽ ഒക്കെപാട് നമ്മൾ ഒറ്റക്കാണ്. ഇതിയൊക്കെ നമ്മൾ ഉടനില്ല തുടക്കാതെ. അപ്പം നമ്മൾ പാവയ്ക്ക ഉപ്പേരി റെഡി. പാവയ്ക്ക എന്നാണ്, പപ്പായ ഉപ്പേരി റെഡി. ഓക്കെ, അസ്സലാമു അലൈക്കും.